പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടുകൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്മസ് കാലയളവിലൂടെ കടന്നു പോവുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച പൂജരാജാക്കന്മാരുടെ തിരുനാളോടുകൂടിയാണ് ക്രിസ്മസ് കാലം അവസാനിക്കുക. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ അഭിഷേകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം ചോദിക്കാം. ദൈവം വീണ്ടും നമ്മളോട് കരുണ കാണിക്കട്ടെ, അനുഗ്രഹങ്ങൾ നമുക്ക് അനുവദിക്കട്ടെ. ഇന്ന് മഹാനായ വിശുദ്ധ ബേസിലിൻ്റെയും വിശുദ്ധ ഗ്രിഗറി നസിയാൻസിൻ്റെയും തിരുനാൾ കൊണ്ടാടുകയാണ്. ഇവർ തിരുസഭാ പണ്ഡിതരാണ്. ഇവർ സഭയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ളവരാണ്. ഇവർ ഈ വിശുദ്ധ ബേസിൽ വിശുദ്ധ ബെർണാഡിനെ പാശ്ചാത്യ സഭയുടെ സന്യാസത്തിൻ്റെ നിയമങ്ങളെ പരിഷ്കരിച്ച ആളാണെങ്കിൽ, ഇദ്ദേഹം ബേസിൽ പൗരസ്ത്യ സഭകളുടെ സന്യാസത്തിൻ്റെ ഒരു പ്രത്യേക വക്താവാണ്. ഇദ്ദേഹം ധൈര്യത്തോടുകൂടെ ഭരണാധികാരിയോട് സംസാരിച്ചപ്പോഴും ഇതുപോലെ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഇത്ര ധൈര്യത്തോടുകൂടി. അപ്പം ഇദ്ദേഹം നിങ്ങൾ ഇങ്ങനൊരു മെത്രാനെ ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവുകയില്ല എന്ന മറുപടി പറഞ്ഞ്, അത്ര ധൈര്യത്തോടുകൂടെ ഉള്ളിലുള്ള കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ബലിയേറ്റ യോഗ്യതയോടുകൂടി അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വിശ്വാസികളെ കനിവാർന്ന് പ്രകാശിപ്പിക്കുകയും അങ്ങ് മഹത്വത്തിൻ്റെ പ്രഭ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ സദാ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ അവരുടെ രക്ഷകൻ അവിരാമം ഏറ്റുപറയുന്നതിനും അവിടുത്തെ സത്യമായും ഉൾക്കൊള്ളുന്നതിനും ഇടയാക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്തിക്രിസ്തു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല. പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവും ഉണ്ടായിരിക്കും. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. അതു നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്: നിത്യജീവൻ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇതു ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. യോ
യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, വാക്യങ്ങൾ 19 മുതൽ 28 വരെ. അക്കാലത്ത് നീ ആരാണ് എന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, യേശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവാനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകുവാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബെഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അനുഗ്രഹം ഉള്ളവർ അവർക്ക് നല്ല എളിമയുണ്ടായിരിക്കും. കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടും എളിമയുണ്ടായിരിക്കണം. അതാണ് നമ്മൾ സ്നാപക യോഹന്നാൻ്റെ കാര്യമാണല്ലോ നമ്മളിന്ന് കേൾക്കുന്നത്. എന്തൊരു എളിമയുടെ മനുഷ്യനാണ്. ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിലും ഈശോയുടെ ജ്ഞാനസ്നാനം ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ആ വാക്യമുണ്ട്. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3:30 അല്ലേ, 3:30 അത്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അപ്പോൾ യോഹന്നാൻ്റെ എളിമയുടെ വലിയൊരു വാക്യമാണത്. ഇങ്ങനെ എളിമപ്പെട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈശോ യോഹന്നാന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. ഇനി യോഹന്നാൻ കൊടുത്ത ജ്ഞാനസ്നാനം സ്വീകരിക്കാതിരിക്കുമ്പോഴും അതിനെക്കുറിച്ചൊക്കെ ഈശോ സംസാരിക്കുന്നുണ്ട്. കാരണം ഈശോയ്ക്ക് വഴിയൊരുക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. 2 ചോദ്യങ്ങളാണ്. ജെറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരും ലേവായരും അല്ലേ, അവരാണ് വന്നിരിക്കുന്നത്. ലേവ്യർ, പുരോഹിതരും ലേവ്യരും. ഇപ്പം ലേവ്യർ പുരോഹിത ഗണമാണല്ലോ. ഇവരെ അയച്ചത് അത് ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഫരിസേയരാണ്. യോഹന്നാന്റെ സുവിശേഷം 1-24 വാക്യം, ഫരിസേയരാണ് ഇവരെ അയച്ചത്. ഇപ്പം വലിയ സംഭവമാണ്. ഒന്ന് ഓർത്തേക്ക്, ഒരാൾ അവിടെ മാമോദീസ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇവർക്ക് ബദലായിട്ട് ഇവർ വലിയ ആളുകളാണെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞൊരുത്തൻ അവിടെ നിൽക്കുക. ഇത് വലിയ പ്രശ്നം. അതുകൊണ്ട് ജെറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരെ അയച്ചിരിക്കുക. ഇതാരാണ്, എന്താണെന്നൊക്കെ ചോദിക്കാൻ. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നീ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അത് പലതരത്തിൽ പോവുകയാണ്. ആ ചോദ്യം ക്രിസ്തുവാണോ? അപ്പോൾ പറയും, ഞാൻ ക്രിസ്തുവല്ല. വേണമെങ്കിൽ ചിലപ്പോൾ പറയാലേ ഞാൻ ക്രിസ്തുവാണ്. ഒരു കബളിപ്പിക്കൽ വേണമെങ്കിൽ നടത്താം. നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും, നിങ്ങളാണോ അത് ചെയ്തത്, നമ്മളായിരിക്കില്ല. ചിലപ്പോൾ നന്നായിട്ടൊരു പാട്ട് പാടിയതാകാം. ഒരു കൊയറിൽ നിങ്ങളാണോ ആ പാട്ട് പാടിയത്, പാട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞാനല്ല പാടിയതെങ്കിലും ചിലപ്പോൾ ഞാനാണ് പാടിയതെന്ന് പറയാം. അപ്പോൾ ഇവൻ
ഈ സ്നാപയോഹന്നാൻ ഞാൻ ക്രിസ്തുവല്ല എന്ന് പറയാൻ, ഞാൻ ക്രിസ്തുവല്ല. അപ്പം ഇനി ഏലിയായാണോ എന്ന് ചോദിക്കും. അല്ല, ഏലിയ അല്ല. പിന്നെ ചോദിക്കും പ്രവാചകനാണോ എന്ന് ചോദിക്കും. പ്രവാചകനുമല്ല. അപ്പോൾ അതിന് ഒറ്റ മറുപടിയാണ് പറയുന്നത്. ഒറ്റ മറുപടി, അത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. യോഹന്നാൻ 1:23. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ക്രിസ്തുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവനാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരം, അല്ലെങ്കിൽ ഒരു ഞാനൊന്നുമല്ല എന്ന് പറയണ്ടേ. ഞാനൊന്നുമല്ല, ഞാൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവനാണ്. അങ്ങനെ വിളിക്കപ്പെട്ടവനാണ്. ഗർഭപാത്രത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. അതൊരു ഉയർത്തിപ്പിടിക്കേണ്ട കാര്യമായി സ്നാപയോഹന്നാൻ കരുതുന്നില്ല. ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവനാണ്, അങ്ങനെയല്ല പറയുന്നത്. ഇനി ഏലിയായാണോ? ഏലിയ പ്രവാചകന്റെ തീഷ്ണതയോടുകൂടെ വരുന്നവൻ എന്നാണ്. അത് മലാക്കിയുടെ പ്രവചനം 4:5-6 വാക്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ മലാക്കി അവസാനത്തെ പ്രവാചകൻ അവസാനിക്കുമ്പോൾ പുതിയ നിയമത്തിലെ പ്രവാചകൻ അത് സ്നാപയോഹന്നാനാണെന്ന് അവിടുന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 1-17 വാക്യത്തിൽ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടുകൂടെ, ശക്തിയോടുകൂടെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ പോകും. ഇത് പ്രവചിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പം എനിക്ക് ഏലിയായുടെ ചൈതന്യമുണ്ട്, ഞാൻ ഏലിയായുടെ ചൈതന്യത്തിൽ വന്നയാളാണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമായി പോകും. അതുകൊണ്ടല്ല എന്നാണ് മറുപടി പറയുക. ഇനി പ്രവാചകനാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സക്കറിയ ഗീതിയിലും ലൂക്ക 1:76 അതിൽ പറയുന്നു, നീയോ കുഞ്ഞ് അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. അപ്പോഴും പറയുന്നത് പ്രവാചകനല്ല. പ്രവാചകൻ തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തേണ്ടയാളാണ്. അപ്പോൾ അതുപോലൊരു ജീവിത ശൈലിയിലൂടെ പോകുന്ന ഇദ്ദേഹം യഥാർത്ഥത്തിൽ പ്രവാചകനാണെങ്കിലും ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നില്ല. ഇതാണ് സ്നാപയോഹന്നാന്റെ നിലപാട്. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന് ശബ്ദമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട കാര്യമാണ്. അത് വിളക്ക്, കത്തിച്ചൊലിക്കുന്ന വിളക്ക്. അത് യോഹന്നാൻ 5:35. പക്ഷെ പ്രകാശം യേശുവാണ്. യോഹന്നാൻ 1-ാം അധ്യായം നമുക്കറിയാം, 1-2 വചനങ്ങളിലൊക്കെ വചനം ദൈവമാണെന്ന് പറയുമ്പോൾ വാക്ക് ദൈവമാണ്, പക്ഷെ ഞാൻ വെറും ശബ്ദം മാത്രമാണ്. ഇതാണ് യോഹന്നാൻ. ഞാൻ വിളക്ക് മാത്രമാണ്, എന്നിൽ ജ്വലിക്കുന്ന പ്രകാശം യേശുവാണ്. ഞാൻ ശബ്ദമാണ്, വാക്ക് ഞാനല്ല, വാക്ക് ദൈവമാണ്. ഇതാണ് സ്നാപയോഹന്നാന്റെ ആറ്റിറ്റ്യൂഡ്. സ്നാപയോഹന്നാന് ഗർഭപാത്രത്തിൽ വെച്ച് ലൂക്ക 1:15 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ അവൻ പറയുകയാണ് ഞാൻ ഒന്നുമല്ലെന്നാ പറയുന്നത്. അതാണ് കൃപയുള്ളവർ എളിമപ്പെടും. എളിമയുണ്ടെങ്കിലേ കൃപ കിട്ടും. ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, എങ്കിൽ പിന്നെ ജ്ഞാനസ്നാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അടുത്ത ചോദ്യം. ജ്ഞാനസ്നാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. അത് ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? ഇപ്പൊ സ്നാനം നൽകാൻ വേണ്ടിയിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം, ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. അങ്ങനെ അതിനുവേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. പരിശുദ്ധാത്മാവിൽ അഭിഷേകം നിറഞ്ഞവനാണ്. ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുതിച്ചു ചാടിയവനാണ്. ഇത് കർത്താവിൻ്റെ ഒരു സംവിധാനം. ഈശോ വരുന്നതിന് വേണ്ടി സ്നാപയോഹന്നാൻ മുന്നേ വരണം. അപ്പോൾ അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ഇത് എനിക്ക് അവകാശമുണ്ട്, ഞാൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവനാണ് എന്ന് പറയാമായിരുന്ന സ്നാപയോഹന്നാൻ മറുപടി പറയുന്നത്, യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ മധ്യം നിൽപ്പുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും, ഞാൻ ചെറിയവനാണ്, ഞാനൊന്നുമല്ല, ചെരുപ്പിൻ്റെ വാറൊഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇങ്ങനെ പറഞ്ഞ ഈ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അഭിഷേകം, യോഹന്നാൻ്റെ മേൽ അഭിഷേകമുണ്ട്. 1-ാമത്തെ വായനയിൽ
നമ്മൾ കേട്ട കാര്യമാണല്ലോ. 1 യോഹന്നാൻ 2:27 ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. ഇത് അഭിഷേകത്തിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ എനിക്ക് അഭിഷേകമുണ്ട് കേട്ടോ, എനിക്ക് അഭിഷേകമുണ്ട്, ഞാൻ അഭിഷേകം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇല്ല, ചില ആളുകൾ പണ്ടൊക്കെ ഇങ്ങനെ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടിക്കഴിയുമ്പോഴും ഇങ്ങനെ വിവിധ സ്വരങ്ങളിൽ സ്തുതിക്കുമ്പോഴും അവർ ഭാഷാവരം കിട്ടി എന്ന് പറയും. ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൗൺസിലർ പറയും നിങ്ങൾക്കിപ്പോൾ ഭാഷാവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവർ എനിക്ക് ഭാഷാവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ധ്യാനം ഇങ്ങനെ ഞാൻ ധ്യാനമൊക്കെ കൂടി എനിക്ക് ഭാഷാവരം കിട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. യഥാർത്ഥത്തിൽ കൃപ കിട്ടിയ ആൾ മിണ്ടുകയല്ല. ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചവൾ, ആ വിളി കേട്ടവൾ, ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളി കേട്ടവൾ, അവൾ പറയുന്നത് കർത്താവേ ഞാൻ ദാസിയാണ്, നീ പറഞ്ഞാൽ മതി, ഞാൻ ദാസിയാണ്. കൃപ കിട്ടിയവൾ പറയുന്നു ഞാൻ ദാസിയാണെന്ന്. അതാണ് എളിമപ്പെടുമ്പോഴാണ് കൃപ കിട്ടുക. കൃപ കിട്ടിയവൻ എളിമപ്പെട്ടിരിക്കും. യഥാർത്ഥത്തിൽ കൃപ കിട്ടിയവൻ എളിമയായിരിക്കും. അഹങ്കാരിക്ക് കൃപ കിട്ടില്ല. അതാണ് എളിയവരെ ഉയർത്തുന്നു എന്ന് പറയുന്നത്. താഴ്മയുള്ളവരെ തൃക്കൺ പാർക്കുന്നു, അഹങ്കാരികളെ ചിതറിക്കുന്നു, വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്നു എന്ന് മറിയം പാടിയത് അതുകൊണ്ടാണ്. അപ്പോൾ എളിമ അതാണ്. സ്വത്തെല്ലാം വാങ്ങിച്ച് ദൂരെ പോയവൻ തിരികെ വരുമ്പോൾ അവന് സ്വത്ത് വയ്ക്കാൻ പറ്റുന്നില്ല, തിരിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. അവൻ പന്നിക്കൂട്ടിക്കിടന്ന് അവൻ അപ്പൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ ചിന്തിക്കുമ്പോൾ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു. ഞാനോ മകനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. അവന് മകനാണെന്നുള്ള ബോധമുണ്ട്. പക്ഷെ അവൻ പിന്നെ പറയാണ് അങ്ങയുടെ ദാസരിൽ ഒരുവനായിട്ട് എന്നെ കണക്കാക്കണമേ. കണ്ട, മകനെന്നുള്ള ബോധം കിട്ടുമ്പോൾ പിന്നെ പറയുന്ന വാക്ക് ദാസനാണ്. മകനെന്ന ബോധം കിട്ടിയാൽ ദാസൻ എന്ന വാക്ക് പറയും. അതാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പോയവൻ. അവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുമ്പോഴും അവൻ്റെ 2 ചോദ്യങ്ങളാണ്. പിന്നെ കർത്താവേ അങ്ങ് ആരാണ്? പിന്നെ പറയുന്നത് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ്, ഈ 2 ചോദ്യങ്ങളാണ് സാവുള് ചോദിക്കുന്നത്. അത് കൃപ കിട്ടിയ ആൾക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നതാണല്ലോ ഏലിയായും എലീഷായും. ഏലിയായുടെ ശിഷ്യനാണ് എലീഷ. പക്ഷേ എലീഷായെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 2 രാജാക്കന്മാർ 3-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ്. യഹോശാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഹിതമാരായേണ്ടതിനും അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ? ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഉണ്ട്. ഏലിയായുടെ കയ്യിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കൈ കഴുകാൻ വെള്ളമൊഴിച്ചു കൊടുത്തവൻ എന്നാ പറയാം. എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഞാനൊരു വലിയ പ്രവാചകനല്ലേ, എന്നെക്കുറിച്ച് അങ്ങനെ എന്നെ കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുത്തവനെന്നാണോ എന്നെ പരിചയപ്പെടുത്തേണ്ടത്? എളിമയുള്ളവൻ അങ്ങനെ പറയല, എളിമയുള്ളവൻ അത് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ലൂക്ക 22:27 ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് ഈശോ പറയുന്നത്. ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെ. ദൈവത്തിൻ്റെ സമാനത, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ കൃപ കിട്ടിയാൽ ഇങ്ങനെ ഒരു എളിമപ്പെടലുണ്ട്. എളിമപ്പെട്ടാൽ കൃപ കിട്ടും. ഇത് നമുക്ക് ഇത് ധ്യാനിക്കാം. കുറേ അഭിഷേകമുണ്ടാകട്ടെ. നമുക്ക് കർത്താവിന് നമ്മൾ വായനയൊക്കെ വായിക്കാൻ വേണ്ടി വരുമ്പോഴും ആളുകളും ഇങ്ങനെ ഒരു വായന ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പ്രതിവചന സങ്കീർത്തനം വായിച്ചോട്ടെ എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു രീതി ഇവിടെ ഇല്ല. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് മറുപടി പറയാറുണ്ട്. അത് ശരിയാണോ എന്നറിയില്ല, നിങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കും. വായനയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ വേണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വായന. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വായന, ഇവിടെ കൂടിയിരിക്കുന്ന ജനത്തിന് വേണ്ടിയിട്ടല്ല, അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഒരു വായന. പക്ഷേ വായനയ്ക്കൊരാളെ വേണം, വായനയ്ക്കൊരാളെ വേണം. കർത്താവിന് വഴിയൊരുക്കാൻ ഒരാളെ വേണം. കർത്താവിൻ്റെ നാമം ഏറ്റുപറയാനും കർത്താവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങളെ വേണം. അങ്ങനെ ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൽകപ്പെടണം.
അതുകൊണ്ടാണ് യോഹന്നാൻ എളിമ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ യോഹന്നാനെ ഒന്ന് പിരികേറ്റാൻ നോക്കി. അതായത് യോഹന്നാൻ ഇങ്ങനെ മാമോദീസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ വന്ന് ഈശോയുടെ പരിപാടി തുടങ്ങി. ഈശോ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അപ്പം കുറച്ച് ഫരിസേയർ പോയിട്ട് പറയും, ഇവനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. അങ്ങനെ ഒരാൾ നിന്നെപ്പോലെ നിനക്ക് ബദലായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. അപ്പോൾ സ്നാപയോഹന്നാൻ അവൻ്റെ ഒരു മനഃചാഞ്ചല്യമില്ലാതെ, അവന് ഒരു അസ്വസ്ഥത ഉണ്ടാകാതെ മറുപടി പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. അത് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് ഈശോ. സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റിയല്ല. അതാണ് എളിമയുടെ വർത്തമാനമാണത്. നമ്മളല്ലെങ്കിൽ ഇപ്പൊ അവനാരാണ്? ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവനാര് പറഞ്ഞു? അവനാര് കൊണ്ടുവന്നു? ഇപ്പോ ഞാനിവിടെ നിൽക്കുമ്പോൾ അവനിവിടെ കളിക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്വാഭാവികമായ മാനുഷിക ചിന്തയിൽ അതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, നമ്മൾക്ക് യഥാർത്ഥത്തിൽ കൃപയുണ്ടോ? കൃപയുണ്ടെങ്കിൽ എന്തേ എളിമപ്പെടാത്തത്? അപ്പൊ എളിമയില്ലേ? എളിമയുണ്ടെങ്കിലല്ലേ കൃപ പ്രവർത്തിക്കൂ. കൃപ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എളിമയും ഉണ്ടാകും. അപ്പൊ നമ്മൾ എളിമപ്പെടും. നമ്മൾ സ്കാഫൊക്കെ ധരിച്ച് പള്ളി വരുന്നത് അത് എളിമപ്പെടല. നമുക്ക് സ്കാഫ് ഒന്നും ധരിക്കുന്നില്ല. പള്ളി വരുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ഷോർട്സ് ധരിച്ച് പള്ളി വരും. നമ്മൾ എളിമപ്പെടുന്നില്ല. കൃപയുള്ളവൻ സഭ്യമായ വസ്ത്രധാരണത്തിൽ വരും. കൃപയുള്ളവൻ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കും. ഞാനിവിടെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുർബാന ചൊല്ലുന്നൊന്ന് കാണാമല്ലോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദൈവമേ, എന്നെയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് വെച്ചല്ലോ, എന്നെയും കൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്നെ യോഗ്യനാക്കിയല്ലോ എന്നല്ലേ ചിന്തിക്കേണ്ടത്. അതാണ് പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. അതാണ് നമ്മുടെ വിളി. നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവ് അനുവദിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. കൃപ നിറഞ്ഞവളായി കൃപയിൽ വാഴും മാതാവേ, പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ. കൃപ നിറഞ്ഞവളായി കൃപയിൽ വാഴും മാതാവേ, പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ. വചന വഴിയിൽ കരുണ ചൊരിയും മാതാവേ, ഭാഗ്യവതിയാം നിൻ ചാരത്തായി ചേർന്നിടും. വചന വഴിയിൽ കരുണ ചൊരിയും മാതാവേ, ഭാഗ്യവതിയാം നിൻ ചാരത്തായി ചേർന്നിടും. കൃപ നിറഞ്ഞവളായി കൃപയിൽ വാഴും മാതാവേ, പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ. ആ കുരിശിൽ ഈശോയുടെ കൂടെ 2 കള്ളന്മാരുണ്ടായില്ലേ? മറ്റവൻ ദുഷിച്ചു പറഞ്ഞു, നല്ല കള്ളൻ, യേശുവേ അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ എന്നെ ഓർക്കണമേ. ഇതാണ് കൃപ. 2 പേര് പ്രാർത്ഥിക്കാൻ പോയില്ലേ? ഫരിസേയൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. ചുങ്കക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? മാറത്തടിച്ചുകൊണ്ട്, സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാതെ, പാപിയായ എന്നിൽ കനിയണമേ. ഇതാണ് കൃപ. പരിശുദ്ധ അമ്മേ, കൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞിട്ട് പോലും അമ്മ പറഞ്ഞത് ദാസി എന്നാണല്ലോ. അതുപോലെ എളിമപ്പെടാൻ, അനുഗ്രഹം പ്രാപിക്കാൻ, കൃപ നിറയാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. പൂവും വീങ്ങുമി അൾത്താരയിൽ നൽക കർത്താവേ എങ്ങളിൽ ആവരുന്നു. ആനന്ദത്തോടുക സ്വീകരിച്ചൻപോടി
ആസേവരേക്കു തമ്പുരാണി അപ്പവും വീഞ്ഞുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ എങ്ങളിലാവരുന്നു ആനന്ദത്തോടില സ്വീകരിച്ചോടി ആശീർവദിക്കൂ തമ്പുരാണി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് ജനത്തിന്റെ കാഴ്ച തിരുവ്യങ്ങൾ പ്രീതിപൂർവ്വം സ്വീകരിക്കണമേ. ഭക്തിപുരസ്സരമുള്ള വിശ്വാസത്താൽ അവർ പ്രഖ്യാപിക്കുന്നവ സ്വർഗീയ കൂദാശകളാൽ സ്വന്തമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിരിക്കണോ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വിനിമയം പ്രസ്പഷ്ടമായി. എന്തെന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ മാനുഷിക നശ്വരത നിത്യബഹുമതിയിലേക്ക് കടക്കുക മാത്രമല്ല, വിസ്മരണീയമായ പങ്കാളിത്തത്താൽ ഞങ്ങളും നിത്യരായി ഭവിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങ് മഹിമകളാവും നിറഞ്ഞുമതും മിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങ് മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങളെ പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജ്യമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും
അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒന്ന് മുട്ടുമെന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കിയാൽ. മുട്ടുമെന്ന് നിന്നിട്ട് ഇത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചതിന് ശേഷം ഈശോയെ ബന്ധിച്ചുകൊണ്ട് പോയി. അതിന് പ്രതീകാത്മകമായിട്ടാണ് ഈ സമയം പുരോഹിതൻ മുട്ടുകുത്തുന്നത്. ഇപ്പോൾ പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അങ്ങനെ മുറിക്കപ്പെട്ട് നൽകപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ സമയത്ത് കർത്താവേ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാനുണ്ട്, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അന്നങ്ങനെ ചേർത്തൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ കൂദാശയുടെ പങ്കാളിത്തം വഴി ഞങ്ങളെ സ്പർശിക്കുന്ന ദൈവമേ, അതിൻ്റെ ശക്തിയുടെ ഫലം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങനെ അങ്ങേ ദാനം സ്വീകരിക്കാൻ അതേ ദാനത്തിലൂടെ ഞങ്ങൾ യോഗ്യരാക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.